എല്ലാവരെയും യേശു കർത്താവ് ഈ പുതിയ ദിവസം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദിവസം നിങ്ങൾ പോകുന്നിടത്തെല്ലാം ജയമുണ്ടാകട്ടെ. നിങ്ങൾ തൊടുന്നതൊക്കെ അത്ഭുതമായി മാറട്ടെ. കർത്താവിൻ്റെ വലിയ കൃപയിൽ ഓരോ ദിവസവും കഴിഞ്ഞ ദിവസം ചിന്തിച്ചതുപോലെ ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ പോകുന്നിടത്തെല്ലാം നമുക്ക് ജയം കാണാൻ കഴിയും. അതുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജീസസ് എവരിഡേ എന്ന ഈ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് ഓരോ വ്യക്തികളെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവരാജ്യം പണിയാം. ഭൂമിയുടെ അറ്റത്തോളം സുവിശേഷത്തിൻ്റെ ശക്തിയെ വെളിപ്പെടുത്തുവാൻ നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത്ഭുതകരമായിട്ട് ദൈവം വഴി നടത്തി. ഇന്ന് ഈ ആഴ്ചയുടെ സമാപന ദിവസമാണ്. ഇന്നു മുതൽ ഒരു പുതിയ തീരുമാനമെടുക്കുക. ദൈവം തരുന്ന ഓരോ ആഴ്ചകളും എൻ്റെ ജീവിതത്തിൽ കൂടുതൽ ഫലം കായ്ക്കുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഒരു പുതിയ തുടക്കം കുറിക്കാൻ യേശു കർത്താവ് ഓരോ വ്യക്തികളെയും സഹായിക്കട്ടെ. ഇന്നത്തെ ആരാധനയിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ പാടി സ്തുതിക്കണം. കർത്താവിൻ്റെ വലിയ മഹത്വം, ഈ ആരാധനയാണ് നമ്മുടെ അഭിഷേകത്തെ ജ്വലിപ്പിക്കുന്നത്. നമ്മൾ പാടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അഭിഷേകം ജ്വലിക്കാനിടയാകും, നമ്മുടെ തീ വർദ്ധിക്കാനിടയാകും. അതുകൊണ്ട് ദൈവത്തെ പാടി സ്തുതിക്കുന്ന ഓരോ വ്യക്തികളും ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം ലഭിച്ചവരാണെന്ന് കൂടി ഓർക്കുക. ആ പദവിയിൽ നിന്നുകൊണ്ട് നമുക്ക് യേശുവിനെ പാടി ആരാധിക്കാം.
തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം നടത്തണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. ഞാൻ ഈ കഴിഞ്ഞ ദിവസമൊക്കെ നിങ്ങളോട് പറഞ്ഞല്ലോ, നമ്മുടെ കൂട്ടായ്മയിൽ, പ്രൈസ് ജനറേഷൻ കൂട്ടായ്മയിൽ മാളികമുറി എന്ന് പറയുന്ന ഒരു മുറിയുണ്ട്. 100ഓളം പേർക്ക്, 120 പേർക്ക് കഷ്ടിച്ചൊക്കെ ഇരിക്കാം. ഒരു ഇടുങ്ങിയ മുറിയാണ്. അതിനകത്ത് ഒരു പ്രാർത്ഥന തുടങ്ങിയിട്ട് 25ഓളം ദിവസങ്ങൾ പിന്നിട്ടു. ഒരു ദിവസത്തേക്ക് 8 മണിക്കൂർ ഒരു പ്രാർത്ഥന വെച്ചതാണ്. എന്നാൽ ആ 8 മണിക്കൂർ പ്രാർത്ഥനയിൽ ഇറങ്ങിയ ദൈവ സാന്നിധ്യം, ആ സാന്നിധ്യത്തിൽ നിറഞ്ഞ് കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ ഉച്ചകാലത്തെ ഭക്ഷണം മറന്ന് വൈകിട്ട് 5 മണി വരെ, രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഒരു പ്രാർത്ഥനയിലിരിക്കുകയാണ്. അതായത് ഒരു വ്യക്തിക്ക് 20 മിനിറ്റിൽ കൂടുതൽ ഒരു കാര്യം കേട്ടിരിക്കാൻ കഴിയില്ല. ഒരു ടീച്ചർക്ക് 20 മിനിറ്റിൽ കൂടുതൽ ഒരു വിഷയം പഠിപ്പിക്കാൻ പറ്റില്ല. അതേ സ്ഥാനത്ത് ചില ദിവസങ്ങളിൽ ഞാൻ 8 മണിക്കൂർ ദൈവവചനം പറഞ്ഞു, 8 മണിക്കൂർ ആരാധന നടന്നു. എന്നാൽ ഇതിലൊന്നും ക്ഷീണിക്കാതെ തളരാതെ കുഞ്ഞുങ്ങൾ ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ ഊർജമുള്ളവരായിട്ടും കൃപയുള്ളവരായിട്ടും മാറി. പല കുഞ്ഞുങ്ങളും വെളിപ്പാടുകളും ദർശനങ്ങളും കാണാൻ തുടങ്ങി. പല കുഞ്ഞുങ്ങളും പുതിയ പുതിയ കൃപകൾ പ്രാപിച്ചു, പ്രവചിക്കാൻ തുടങ്ങി. ദൈവവചനം വളരെ അഭിഷേകത്തിൽ നിറഞ്ഞ് സംസാരിക്കുന്നത് കാണാൻ കഴിഞ്ഞു. അതിൻ്റെ കാരണം, ദൈവസഭയിൽ നടക്കുന്ന ഒരു ശുശ്രൂഷയും മാനുഷികമല്ല. അതെല്ലാം പരിശുദ്ധാത്മാവ് നൽകി തരുന്ന കൃപയാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ് സഭയുടെ വിജയം. പരിശുദ്ധാത്മാവിൻ്റെ നിറവില്ലാത്ത ഒരു സഭ മരുഭൂമി പോലെയാണ്. അവിടെ മരീചിക പോലെ എന്തോ ഉണ്ടെന്ന് തോന്നും, അടുത്ത് വരുമ്പോൾ ഒന്നും കാണത്തില്ല. വെള്ളമുണ്ടെന്ന് തോന്നും, അടുത്ത് വന്നാൽ കാണില്ല. അതിൻ്റെ പേരാണ് മരീചിക. അത് മരുഭൂമിയിൽ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ്. ദൂരെ നിന്ന് നോക്കിയാൽ വെള്ളം കിടക്കുന്ന പോലെ തോന്നും. നമ്മൾ അങ്ങോട്ട് ഓടി ചെല്ലുമ്പോൾ അവിടെ വെള്ളമില്ല. പിന്നെയും കുറേ ദൂരെ കാണും. നമ്മൾ ഈ നല്ല പകൽ സമയത്ത് NH-ലൂടെ പോകുമ്പോൾ ദൂരോട്ട് ബസ്സിൻ്റെ ഫ്രണ്ടിലൂടെ നമ്മൾ റോട്ടിലോട്ട് നോക്കുമ്പോൾ വെള്ളം കെട്ടിക്കിടക്കുന്ന പോലെ തോന്നാറില്ലേ? അതിനെ പറയുന്ന പേരാണ് മരീചിക. പല കൂട്ടായ്മകളിലും ദൂരെ നിന്ന് നോക്കുമ്പോൾ വെള്ളമുണ്ടെന്ന് തോന്നും, അടുത്ത് വന്നാൽ വെള്ളമില്ല. ഈ മരീചികയുടെ അവസ്ഥ അനേക സഭകളിൽ നിന്ന് മാറിപ്പോകണം. വളരെ പ്രതീക്ഷയോടെ വരുന്ന ജനങ്ങൾക്ക് വരൾച്ച മാത്രം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ തുടരാൻ കഴിയില്ല. പലരും പല സഭകളിൽ നിന്നും ഇറങ്ങിപ്പോകാൻ കാരണം അവിടെ വരൾച്ചയാണ്, ആത്മമഴയുടെ ദാരിദ്ര്യമാണ്. ആത്മമഴ പെയ്യാത്ത ഒരു സഭകൾക്കും നിലനിൽപ്പില്ല, വളർച്ചയില്ല.
അവിടെ ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാരണം അവർക്ക് അവിടെ നിന്ന് പോയേ മതിയാവും. മോവാബിൽ നിന്ന് ബേത്ലഹേമിലേക്ക് നവോമി പോരാൻ കാരണം എന്താണ്? ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ച് അവർക്ക് അപ്പം കൊടുത്തു എന്ന് നവോമി കേട്ടു. നവോമിയുടെ ഒപ്പം രൂത്തും പുറപ്പെട്ടു. അവളും തീരുമാനമെടുത്തു, സാന്നിധ്യമുള്ളിടത്തേക്ക്, ദൈവകൃപയുള്ളിടത്തേക്ക്, ദൈവ സന്ദർശനമുള്ളിടത്തേക്ക് ഞാനും പോവുകയാണ്. ഇതുപോലെ ദൈവ സാന്നിധ്യമുള്ളിടത്തേക്ക് ഒന്നും കണ്ടില്ലെങ്കിലും ധൈര്യമായിട്ട് രൂത്തിനെ പോലെ ഇറങ്ങിക്കോ. ആ പോക്കിൽ തന്നെ നവോമി പറയുന്നുണ്ട്, ഞാനിനി മാറയാണ്, എല്ലാം നഷ്ടപ്പെട്ടവളാണ്, എന്നെ നവോമി എന്ന് വിളിക്കണ്ട, കയ്പെന്ന് വിളിച്ചോ. എന്നാൽ ദൈവം സന്ദർശിച്ച ദേശത്തേക്ക് അവർ മടങ്ങി വന്നപ്പോൾ നവോമി അനുഗ്രഹിക്കപ്പെട്ടു. രൂത്ത് കാലെടുത്ത് വെച്ചതേ ബോസിൻ്റെ വയലിലാണ്. പിന്നീട് അവൾ അതിൻ്റെ അവകാശിയായി മാറി. അവളുടെ ജീവിതം, എല്ലാം നഷ്ടപ്പെട്ടു പോയ ജീവിതം, വരണ്ട ജീവിതം ആനന്ദ ജീവിതമായി മാറി. ഇത് കേൾക്കുമ്പോൾ ചിലരുടെയൊക്കെ ജീവിതത്തെ ഇന്ന് പരിശുദ്ധാത്മാവ് നിറവുള്ളതും ആത്മമഴയുടെ നനവുള്ളതുമാക്കി മാറ്റും. നീ കാലെടുത്ത് വെക്കുന്ന ജയമാകും. ദൈവ സാന്നിധ്യം എവിടെ വരുന്നുവോ അങ്ങോട്ട് പോകാനുള്ള ഒരു തീരുമാനം, ഉറച്ച തീരുമാനം നമുക്കുണ്ടാകും. മഗ്ദലക്കാരി മറിയ, യേശുവിൻ്റെ അമ്മ മറിയ, അങ്ങനെ കുറച്ച് സഹോദരിമാർ, പിന്മാറിപ്പോയ പത്രോസും മറ്റുള്ള ശിഷ്യന്മാരും, എമ്മൂസിലേക്ക് പോയ 2 ശിഷ്യന്മാർ, ഇവരെല്ലാം വരൾച്ചയെ പേടിച്ച് പിന്മാറിപ്പോയവരാണ്. എന്നാൽ യേശു ഉയർത്തെഴുന്നേറ്റ് ഇവരെല്ലാം തടുത്തുകൂട്ടി 40 ദിവസം 500-ലധികം പേർക്ക് പ്രത്യക്ഷനായി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എങ്ങോട്ടും മാറിപ്പോകരുത്, പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിനായി കാത്തിരിപ്പിൻ. 500-ൽ 120 പേർക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിഞ്ഞുള്ളൂ. അവരാ മാളിക മുറിയിലേക്ക് കയറി. യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം പ്രത്യക്ഷനായതാണെന്ന് ഓർക്കണം. 120 പേർ മർക്കോസിൻ്റെ മാളിക മുറിയിൽ യെരുശലേമിൽ ഒരുമിച്ച് കൂടി. അതാണ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടിയിരുന്നു. പെന്തക്കോസ്ത് നാൾ വന്നതുകൊണ്ട് ഒരുമിച്ച് കൂടിയതല്ല, കർത്താവ് പറഞ്ഞതുകൊണ്ട് അവർ ഒരുമിച്ച് കൂടി. പെന്തക്കോസ്ത് നാളിനൊരു പ്രത്യേകതയില്ല. 365 ദിവസവും ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു ദിവസം പോലെയാണ്, ഒരേപോലെയാണ്. എന്നാൽ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവർ ഒരു സ്ഥലത്തുണ്ടായിരുന്നു എന്നാണ് അവിടെ പറയുന്നത്. അവർ 10 ദിവസത്തോളം ആ മാളിക മുറിയിൽ തിങ്ങിക്കൂടിയിരുന്നു. അവർ രാപ്പകൽ ദൈവത്തെ ആരാധിച്ചു പോന്നു എന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം ഏറ്റവും ഒടുവിലത്തെ അധ്യായത്തിൽ നമുക്കത് കാണാം. അതെങ്ങനെയാണ്? 50-ാം വാക്യം മുതൽ, ഏറ്റവും ഒടുവിലത്തെ അധ്യായത്തിൻ്റെ 24-ാം അധ്യായത്തിൻ്റെ 50 മുതൽ വായിക്കുമ്പോൾ, അനന്തരം അവൻ അവരെ ബഥാന്യയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അവരെ അനുഗ്രഹിക്കൽ അവൻ അവരെ വിട്ടുപിരിഞ്ഞു, സ്വർഗാരോഹണം ചെയ്തു. അടുത്തത്, അവർ അവനെ നമസ്കരിച്ചു അല്ലെങ്കിൽ ആരാധിച്ചു. അടുത്തത്, മഹാസന്തോഷത്തോടെ യെരുശലേമിലേക്ക് മടങ്ങിച്ചെന്ന് എല്ലായ്പ്പോഴും ദേവാലയത്തിലിരുന്ന് ദൈവത്തെ വാഴ്ത്തിപ്പോന്നു. എല്ലായ്പ്പോഴും, ഇടവിടാതെ. ബാംഗ്ലൂർ ഇലക്ട്രോണിക് സിറ്റിയിൽ ഇപ്പോൾ നടക്കുന്നത് അതാണ്. എല്ലായ്പ്പോഴും. ഇതിൻ്റെ പേരാണ് ഉണർവ്. രാപ്പകലില്ലാതെ അവർ മഹാസന്തോഷത്തോടെ അവർ മടങ്ങിപ്പോയി. കർത്താവ് പറഞ്ഞ വാഗ്ദത്തങ്ങൾ, യേശുവിൻ്റെ ഉയർപ്പ് അവർക്കുണ്ടാക്കിയത് മഹാസന്തോഷമാണ്. യേശു ജനിച്ചപ്പോൾ ദൂതന്മാരിറങ്ങി വന്ന് പാട്ടുപാടി. സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം. ആട്ടിടയന്മാരോട് പറഞ്ഞു, അടയാളമാണ് ശീലയിൽ പൊതിഞ്ഞ ഒരു കുഞ്ഞിനെ പശുത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്നത് കാണും. അതാണ് അടയാളം, മഹാസന്തോഷം. ആ മഹാസന്തോഷം
ഈ ദൂതന്മാർ പറഞ്ഞത് 33.5 വർഷങ്ങൾക്ക് ശേഷം അത് നിറവേറി എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം, അല്ലേ? ആ ദൂതന്മാർ പറഞ്ഞു, നിങ്ങൾക്കുണ്ടാകുന്ന മഹാസന്തോഷമാണ് ഇപ്പോൾ യേശു മുഖാന്തരം ഇവർക്കുണ്ടായത് മഹാസന്തോഷം. പരിശുദ്ധാത്മാവ് ഇവരുടെ മേൽ വന്നപ്പോഴല്ല ഇവർക്ക് മഹാസന്തോഷം ഉണ്ടായത്. പരിശുദ്ധാത്മാവ് ഇവർക്ക് ലഭിക്കുമെന്ന് പറഞ്ഞ സന്തോഷമാണ് ഇവർക്കുണ്ടായ മഹാസന്തോഷം. പരിശുദ്ധാത്മാവ് ലഭിച്ചിട്ടില്ല, എന്നാൽ നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തത്തിനായിട്ട് കാത്തിരിക്കാനായിട്ട് കർത്താവ് പറഞ്ഞു. മറ്റു പല ഭാഗങ്ങളൂടി കൂട്ടി ചേർത്ത് വായിക്കുമ്പോൾ നമുക്കത് കാണാം. അപ്പോസ്തലപ്രവൃത്തി 1 അത് കിടപ്പുണ്ട്. ആ വാഗ്ദത്തം കാത്തിരിക്കണം. 1:8 ഈ ശക്തി ലഭിച്ചിട്ട് വേണം ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ സാക്ഷികളാകാൻ. അങ്ങനെ ഇവർ മഹാസന്തോഷത്തോടെ ആരാധനയും പ്രാർത്ഥനയും തുടങ്ങി. പ്രാർത്ഥനയിൽ മഹാസന്തോഷമുണ്ടെങ്കിൽ, ആരാധനയിൽ മഹാസന്തോഷമുണ്ടെങ്കിൽ അവിടെ പരിശുദ്ധാത്മാവ് ചലിക്കും. അതാണ് അവിടെ കാണുന്നത്. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവർ മഹാസന്തോഷത്തോടെ 10 ദിവസമായിട്ട് ഇരിക്കാൻ വളരെ പരിമിതമാണ്. 120 പേരിരിക്കുന്ന മുറിയല്ല അത്. ഞങ്ങളൊരിക്കൽ ആ രാജ്യം വിസിറ്റ് ചെയ്തപ്പോൾ ഈ മാളിക മുറി കണ്ടു. ഒരു 70 പേർക്ക് ഇരിക്കാം. അപ്പോൾ എങ്ങനെ ഇരുന്ന് കാണും? 70 പേർ ഇരിക്കുമ്പോൾ 50 പേർക്ക് അതിൻ്റെ ഇടയിൽ നിൽക്കേണ്ടി വരും. വളരെ അഡ്ജസ്റ്റ് ചെയ്യണം. എങ്കിലും സൗകര്യക്കുറവാണെങ്കിലും അവർക്കുണ്ടായിരുന്നത് മഹാസന്തോഷം. മഹാസന്തോഷമുണ്ടെങ്കിൽ, ആ ദൈവത്തിലുള്ള സന്തോഷം നമുക്കുണ്ടെങ്കിൽ ഏത് സ്ഥലത്തും നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും തുടരുവാൻ കഴിയും. അപ്പോൾ പരിശുദ്ധാത്മ വന്നപ്പോഴല്ല അവർ ജീവിതം ആനന്ദിക്കാൻ തുടങ്ങിയത്. അതിനു മുന്നമേ യേശു അവരോട് പറഞ്ഞ വാക്കാണ് അവർക്ക് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാക്കിയത്. 1. 2, അവർ നോക്കി നിൽക്കെ യേശു സ്വർഗത്തിലേക്ക് കയറിപ്പോയി. രക്ഷയുടെ സന്തോഷം. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. മരണാനന്തര നിത്യജീവിതം. ഇതൊക്കെ നമുക്കുണ്ടായ മഹാസന്തോഷമാണ്. ഇന്നിത് കേൾക്കുമ്പോൾ ഈ കേൾക്കുന്നത് പോലൊരു ദൈവകൃപയാണ്, ഇത് പറയുന്നത് ഒരു ദൈവകൃപയാണ്. മഹാസന്തോഷത്തിലേക്കാണ് യേശു കർത്താവിൻ്റെ കൃപ നമ്മെ വിളിച്ചു കൊണ്ടുവന്നത്. അതുകൊണ്ട് ഈ സന്തോഷത്തിൻ്റെ ഈ ലഹരിയിൽ നാം ചില ദിവസങ്ങളൊന്നും ഇരിക്കാമോ? അവിടെ വലിയ കുലുക്കങ്ങൾ ഉണ്ടാവും. അതാണ് നമ്മൾ വായിക്കുന്നത്. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കം ഉണ്ടായി. അവരിരുന്ന വീട് മുഴുവനും നിറച്ചു. മഹാസന്തോഷം ആസ്വദിക്കുന്നവരുടെ എല്ലാ ശിരസിൻ്റെ മേലും അഗ്നിജ്വാല പോലെ പിളർന്ന നാവുകൾ, അതാണ് അവർ വായിക്കുന്നത്. അവരിരുന്ന വീട് മുഴുവൻ നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. ആ വീട്ടിൽ ഇരിക്കുന്ന എല്ലാവരെയും മുഖപക്ഷം കാണിക്കാതെ പരിശുദ്ധാത്മാവ് നിറച്ചു. കർത്താവിൽ സന്തോഷിക്കുന്നവർക്ക് സ്വർഗം തുറന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് പരിധികളില്ല. പരിമിതികളെ പൊളിച്ചുകൊണ്ട് അവരിയ്ക്കുന്ന കൊച്ചുമുറിയിൽ ആ രാജ്യത്ത് എത്ര വലിയ ദേവാലയമുണ്ടായി. ആ രാജ്യത്ത് എത്രയോ സമ്പന്നരുടെ വീടുകളുണ്ട്. മർക്കോസിൻ്റെ കൊച്ചു മാളിക മുറിയിൽ തന്നെ വരണോ പരിശുദ്ധാത്മാവേ? ഈ ഭൂമിയെ മുഴുവൻ മനോഹരമാക്കിയ പരിശുദ്ധാത്മാവേ, കുറച്ചുകൂടി സ്റ്റാൻഡേർഡുള്ളിടത്ത് പോയിക്കൂടെ? പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, ദൈവ വചനത്തിൽ അനുസരിച്ച് യേശുവിൽ വിശ്വസിക്കുന്നവർ എവിടെ കൂടിയാലും എനിക്കവിടെ വരാതിരിക്കാൻ കഴിയില്ല. ഒരു കൊടിയ കാറ്റ് പോലെ വളരെ ശക്തിയോടെ പരിശുദ്ധാത്മാവ് ആ മർക്കോസിൻ്റെ മാളിക മുറിയിൽ ഇറങ്ങി വന്നു. ആ രാജ്യത്ത് നല്ല നല്ല പള്ളികളുണ്ട്, സിനഗോഗുകളുണ്ട്, സമ്പന്നരുടെ മാളിക മുറികളുണ്ട്.
ഒരു പാവപ്പെട്ടവൻ്റെ മാളിക മുറിയിൽ തന്നെ വരണോ? ഇരിക്കാൻ സ്ഥലമില്ലാതെ തിങ്ങിക്കൂടിയ മീൻപിടുത്തക്കാരുടെ ഇടയിൽ തന്നെ വരണോ? പരിശുദ്ധാത്മാവരെ മീൻപിടുത്തക്കാരായിട്ടല്ല കാണുന്നത്. പരിശുദ്ധാത്മാവരെ ദരിദ്രരായിട്ടല്ല കാണുന്നത്. വിശ്വസിക്കുന്നവർ. ഈ ഭൂമിയിൽ വെച്ച് ഏറ്റവും സമ്പന്നരാരാണെന്ന് വിശ്വസിക്കുന്നവരാണ്. വിശ്വാസത്തിൻ്റെ സമ്പന്നതയുള്ളവർക്ക്, ദൈവവചനത്തിൽ സമ്പന്നനായവർക്ക്, അങ്ങനെയുള്ള വ്യക്തികളുടെ ജീവിതത്തിലേക്ക് വരുന്ന അഭിവൃദ്ധിയെ ആർക്കും എണ്ണി തിട്ടപ്പെടുത്തുവാൻ കഴിയില്ല. വിശ്വാസത്തിൽ നിങ്ങൾ സമ്പന്നരാണെങ്കിൽ അവിടെ പരിശുദ്ധാത്മാവ് ചലിച്ചിരിക്കും. നിങ്ങളുടെ ഭവനത്തെ നിറച്ചിരിക്കും. നിങ്ങളുടെ കൂട്ടായ്മയെ ദൈവം നിറച്ചിരിക്കും. ഉണർവിൻ്റെ ഒരു ഭാഗമാക്കി നിങ്ങളെ മാറ്റും. ഇന്ന് പ്രൈസ് ജനറേഷൻ ചർച്ചിൽ നടക്കുന്ന ഉണർവിൻ്റെ ഒരു ഭാഗം ആയിട്ട് നിങ്ങളും തീരട്ടെ. ഇതൊരു വലിയ സന്തോഷമാണ്. രാവിലെ കുഞ്ഞുങ്ങൾ വന്നാൽ അവർ പോകുന്നില്ല. അവർ വളരെയധികം വചനം എൻജോയ് ചെയ്യുന്നു. ഓരോ കൃപകൾ അവർ ആസ്വദിക്കുന്നു. മുട്ടിന്മേൽ വീണ് കിടക്കുന്നു, കരയുന്നു, കർത്താവിൽ സന്തോഷിക്കുന്ന ഒരു പുതിയ ജനറേഷൻ എഴുന്നേറ്റ് വരുന്നു. അതുകൊണ്ട് ഈ അനുഭവം നിങ്ങൾക്കൂടി ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വീട്ടിൽ ഇത് സംഭവിക്കട്ടെ. ദൂരെ ഇരുന്ന് കേൾക്കുന്ന നിങ്ങളുടെ എല്ലാ വീടുകളിൽ ഈ ഒരു ദൈവകൃപ കർത്താവ് പകരട്ടെ. മഹാസന്തോഷം. പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, ഞങ്ങൾ അനുഭവിക്കുന്ന, നീണ്ട ദിവസങ്ങളായി ഞങ്ങൾ അനുഭവിക്കുന്ന ഈ അഭിഷേകത്തിൻ്റെ നിറവും കൃപയും ഒട്ടും കുറയാതെ ഇന്നിത് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അവരുടെ വീടുകളിൽ ഇത് ആസ്വദിക്കാനും അനുഭവിക്കുവാനും ഇടയാകട്ടെ. എല്ലാ രാജ്യങ്ങളിലേക്കും പരിശുദ്ധാത്മാവെ ഒരു സ്പർശനമയക്കണം. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ മേൽ വലിയൊരു ദൈവപ്രവൃത്തി ഉണ്ടാകണം. പ്രാർത്ഥനയുടെ ഒരു അഭിഷേകം അവർക്കുണ്ടാകണം. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കണം. അവർ തൊടുന്നതിലെല്ലാം ഒരു ജയമുണ്ടാകട്ടെ. അവരുടെ ചിന്താഗതികൾക്ക് തന്നെ മാറ്റമുണ്ടാകട്ടെ. ദൈവ സാന്നിധ്യം അവർ എൻജോയ് ചെയ്യട്ടെ. സൗഖ്യങ്ങൾ പ്രാപിക്കട്ടെ. വിടുതലുകൾ ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. ദൈവകൃപ നിങ്ങളെ വഴി നടത്തും. പുതിയ പുതിയ ബലം ഓരോ ദിവസവും കർത്താവ് തരും. ഈ വലിയ സന്തോഷത്തിൽ നമുക്ക് തുടരാം. തിങ്കളാഴ്ച ഇനിയും ഈ പ്രാർത്ഥന, ജീസസ് എവരിഡേ എന്നുള്ള പ്രാർത്ഥന തുടരും. നാളെ സഭായോഗമാണ്. രാവിലെ 8 മണിക്കുള്ള സഭായോഗത്തിൽ എല്ലാവരെയും പ്രൈസ് ജനറേഷൻ ചർച്ചിലേക്ക് ക്ഷണിക്കുന്നു. കൂടാതെ ഓൺലൈനിൽ പ്രാർത്ഥനയുണ്ട്. എല്ലാ രാജ്യത്തിരുന്നും പ്രൈസ് ജനറേഷൻ്റെ ഈ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയും. ഗോഡ് ബ്ലസ് യു.